നാട്ടിലെ പാവപ്പെട്ടവന്റെ ആശ്രയമാണ് സഹകരണ സ്ഥാപനങ്ങൾ. എന്നാൽ നിലവിൽ CPM ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. അധ്വാനിച്ചുണ്ടാക്കിയ പണം സാധാരണക്കാരന് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കണമെങ്കിൽ 100 വട്ടം ആലോചിക്കണം. പലിശ യഥാസമയം ലഭിക്കുമെന്നോ കാലാവധി പൂർത്തിയായാൽ നിക്ഷേപക തുക തിരിച്ചു കിട്ടുമെന്നോ യാതൊരു ഉറപ്പുമില്ല. താഴെത്തട്ടിലെ സഖാവ് മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗം വരെ സഹകരണ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടത്തുന്ന കഥയാണ് കേരളം മുഴുവൻ. കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലാ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അഴിമതി പുറത്തു വന്നത്. ഇവിടെയും സൊസൈറ്റി ഭരിക്കുന്നത് വേറെ ആരുമല്ല, സഹകരണ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കാനുള്ളതാണ് എന്ന് പാർട്ടി ക്ലാസ്സിൽ കേട്ടു വന്നിട്ടുള്ള സഖാക്കൾ തന്നെയാണ്. ഏതഴിമതി നടത്തിയാലും പാർട്ടി സംരക്ഷിക്കുമെന്ന വിശ്വാസവും ക്യാപിറ്റലായുണ്ട്. 2 കോടി രൂപയുടെ അഴിമതിയാണ് ഇടതു നേതാക്കൾ ഭരിക്കുന്ന സ്ഥാപനത്തിൽ നടന്നത്. തട്ടിപ്പിൽ നടപടി ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാതായതോടെയാണ് 4 ഭരണസമിതി അംഗങ്ങൾ കഥ അങ്ങാടിപ്പാട്ടാക്കിയത്. സാധാരണ CPM നേതാക്കളാണ് സഹകരണ സംഘം തട്ടിപ്പിലെ നായകരെങ്കിലും ഇത്തവണ CPI കൂടി കൂടെ കൂട്ടിയിട്ടുണ്ട്. സംഘത്തിന്റെ മുൻ ഭരണസമിതിക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. CATU നേതാവ് നജ്മുദ്ദീൻ ആയിരുന്നു സംഘത്തിന്റെ പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ആയിരുന്നത് AITUC സംസ്ഥാന സെക്രട്ടറി TV ചന്ദ്രബോസുമാണ്. ഇവർ നേതൃത്വം നൽകിയ ഭരണസമിതിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ അവ്യക്തതയ്ക്കെതിരെ നിലവിലെ ഭരണസമിതി വകുപ്പ് തല വിജിലൻസ് അന്വേഷണം വരെ ആവശ്യപ്പെട്ടെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതോടെയാണ് ഒരു CITU പ്രതിനിധിയും 3 AITUC അംഗങ്ങളും രാജിവെച്ചത്. 2023 ഓഡിറ്റ് പ്രകാരം മാത്രം 1.8 കോടി രൂപയുടെ പണശോഷണമാണ് സംഭവിച്ചിരിക്കുന്നത്. 2024 ഓഡിറ്റ് റിപ്പോർട്ട് പുതിയ ഭരണസമിതി ആവശ്യപ്പെട്ടെങ്കിലും നൽകിയിട്ടില്ല. മറയ്ക്കാനുള്ളത് കൊണ്ടാണ് റിപ്പോർട്ട് നൽകാത്തതെന്നാണ് നിലവിലെ ഭരണസമിതിയിൽ പ്രതിഷേധമുയർത്തുന്നവർ വിശ്വസിക്കുന്നത്. 4 വ്യക്തികളുടെ പേരിൽ പുറമേ നിന്നും വായ്പയെടുത്ത് സംഘത്തിൽ നിന്നും തിരിച്ചടച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട്. CATU യൂണിയൻ നടത്തിയ അന്വേഷണത്തിലും തട്ടിപ്പ് സ്ഥിരീകരിച്ചിരുന്നു. എന്നിട്ടും CPM CPI നേതൃത്വത്തിന് കണ്ട ഭാവമില്ല. കരുവന്നൂർ മോഡലിൽ ജനത്തിന്റെ പണം കൈയിട്ട് വാരാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല എന്നാണ് ഒരു വിഭാഗം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ CPMൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർക്കാണ് സംരക്ഷണമെന്ന് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ കരുവന്നൂർ സഹകരണ ബാങ്ക് മോഡൽ തെളിയിച്ചിട്ടുണ്ട്. 300 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂരിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പ്രതികളാണ്. തട്ടിപ്പ് നടത്തിയതിലൂടെ പ്രതികൾ സമ്പാദിച്ചത് 180 കോടി രൂപയായിരുന്നു. മുൻ മന്ത്രി AC മൊയ്തീൻ, മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ K രാധാകൃഷ്ണൻ MP-യുമാണ് പ്രതികൾ. ഒരു തട്ടിപ്പ് കേസിൽ പാർട്ടി തന്നെ പ്രതിയാകുന്നു എന്ന അപൂർവതയും കരുവന്നൂരിലുണ്ട്. CPM ആണ് കരുവന്നൂർ തട്ടിപ്പ് കേസിലെ ആകെയുള്ള 83 പ്രതികളിൽ 68ാമത്തെ പ്രതി. CPMനെ പല കാലങ്ങളിൽ നയിച്ച AC മൊയ്തീൻ, MM വർഗീസ്, K രാധാകൃഷ്ണൻ എന്നിവരാണ് പ്രതികൾ. കരുവന്നൂർ ബാങ്കിന്റെ നടത്തിപ്പിൽ ഇടപെടുക, പ്രതികൾക്ക് അന്യായമായി ലോൺ സമ്പാദിച്ച് ബാങ്കിനെ ചതിക്കാൻ സഹായിക്കുക, പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം അറിവോടെ കൈപ്പറ്റുക, ആ പണം കറ പുരളാത്തതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭാവിയിൽ ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കൈവശം വയ്ക്കുക, ആ പണം ഉപയോഗിച്ച് വസ്തു വാങ്ങുക, ഇത്രയുമാണ് CPM എന്ന പ്രതി കരുവന്നൂർ കേസിൽ ചെയ്ത കുറ്റം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് CPM നേതാക്കൾ വിധേയരായത് ദിവസങ്ങളോളമാണ്. എന്നിട്ടും നിരപരാധിത്വം തെളിയിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതോടെയാണ് പഴുതടച്ച കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചത്. തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ തുക വെളുപ്പിക്കുന്നതിനും ഇവർ ബാങ്കിനെ ഉപയോഗപ്പെടുത്തി. വഴിവിട്ട് ലോൺ അനുവദിക്കുന്നതിന് നേതാക്കൾ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് പ്രേരണയും നൽകി. കരുവന്നൂരിലും ആദ്യം പ്രതിഷേധമുയർത്തിയത് ഒരു CPM-കാരൻ തന്നെയായിരുന്നു. ബാങ്കിന്റെ വഴിവിട്ട പോക്കിനെതിരെ നിരവധി തവണ പരാതി നൽകി. പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൊള്ള എന്നതിനാൽ ജില്ലാ നേതൃത്വത്തിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഓരോ തട്ടിപ്പിനും കൂട്ടുനിന്നിരുന്ന ജില്ലാ നേതൃത്വമാവട്ടെ ആ പരാതി ചവറ്റുകൂട്ടയിലും ഇട്ടു. ഇതോടെയാണ് പ്രതിഷേധം പുറത്തേക്ക് വന്നത്. ബാങ്കിലെ നിക്ഷേപങ്ങൾ വായ്പകളാക്കി മാറ്റിയതിനാൽ പല നിക്ഷേപകർക്കും പെൺമക്കളുടെ വിവാഹം നടത്താനോ മറ്റു ചിലർക്ക് ചികിത്സ നടത്താനോ സാധിച്ചില്ല. ക്യാൻസർ ഉൾപ്പെടെ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ ഇതിൽ പെടും. വ്യാജവിലാസങ്ങളിൽ അംഗത്വം അനുവദിച്ചതായി രേഖയുണ്ടാക്കി വലിയ തുകകൾ വായ്പയായി അനുവദിച്ചു. ലീഗൽ റിപ്പോർട്ടിൽ പറഞ്ഞ ന്യൂനതകൾ പരിഹരിക്കാതെയാണ് വായ്പകൾ അനുവദിച്ചത്. ബാങ്ക് ജീവനക്കാരൻ ബിജുവിന്റെ റിപ്പോർട്ട് മാത്രം പരിഗണിച്ച് 50 ലക്ഷത്തിലേറെ വരുന്ന കുറേ ലോണുകൾ അനുവദിച്ചു. വായ്പ എടുത്തയാളിന്റെ സാന്നിധ്യത്തിൽ അല്ലാതെ പല വായ്പകളും പുതുക്കി. ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ലോണുകളുടെ തുകകൾ വായ്പ എടുക്കാത്ത ഒരു അക്കൗണ്ടിലേക്കാണ് സ്ഥിരം അയച്ചിരുന്നത്. ഇത് നിയമത്തിന് വിരുദ്ധമാണ്.
ബാങ്കിലെ നിരവധി എ ക്ലാസ് അംഗങ്ങളുടെ പേരുകളിൽ ബിനാമി ലോണുകളും അനുവദിച്ചു. പ്രവർത്തന പരിധിയിലല്ലാത്ത പ്രദേശങ്ങളിലാണ് ഈട് വസ്തു. അതിൽ മാർക്കറ്റ് വില പോലും പരിഗണിച്ചിട്ടുമില്ല. PMLA പ്രകാരമുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞത് പോളിസി മാറ്ററുകളും ലോൺ അനുവദിക്കലും നിയന്ത്രിച്ചതും റെഗുലേറ്റ് ചെയ്തതും CPM പൊളിറ്റിക്കൽ സബ് കമ്മിറ്റിയും പാർലമെന്ററി കമ്മിറ്റിയും ചേർന്നാണ് എന്നാണ്. ഇതിനായി പ്രത്യേക മിനിറ്റ്സ് ബുക്ക് മാനേജർ MK ബിജു ഇത് വ്യക്തമാക്കുകയും ചെയ്തു. സെക്രട്ടറി സുനിൽകുമാറും CPMലെ ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരം നിയമവിധേയമല്ലാത്ത ലോണുകൾ നൽകി. ഇത് പലപ്പോഴും ക്യാഷായിട്ടാണ് നൽകിയത്. ഇതിന് ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളും ഉന്നതരും കൂട്ടുനിൽക്കുകയും ചെയ്തു. 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിയമത്തിനും കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ബൈലോയ്ക്കും വിരുദ്ധമായാണ് നിയമവിരുദ്ധമായി നിക്ഷേപ തുക ലോണാക്കി മാറ്റിയത്. വലിയ അളവിലുള്ള ലോണുകളാണ് തെറ്റായ വിലാസത്തിൽ അംഗത്വം അനുവദിച്ചും ആവശ്യത്തിന് രേഖകളില്ലാതെയും അനുവദിച്ചത്. ഇതും നിയമങ്ങൾക്ക് വിരുദ്ധം. പലപ്പോഴും ലോൺ തുക 50 ലക്ഷത്തിലധികമാണെങ്കിൽ അത് കുടുംബത്തിലെ ആളുകൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ പേരുകളിൽ അനുവദിച്ചു. ചില സമയങ്ങളിൽ അതിനുള്ള ആളുകളെ ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെ കൊണ്ടുവന്നു. ഇതെല്ലാമാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയ സുപ്രധാന കാര്യങ്ങൾ. നിക്ഷേപത്തുക തിരിച്ചു കിട്ടാതെ കരുവന്നൂരിൽ സാധാരണക്കാരന്റെ ചോര വീണു. നിക്ഷേപത്തുക കിട്ടാതെയുള്ള ആത്മഹത്യയ്ക്ക് പുറമേയാണ് ദാരുണമായ മരണങ്ങൾ. നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിനാൽ വിദഗ്ധ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണം സംഭവിച്ചവരും കരുവന്നൂരിലെ CPM തട്ടിപ്പിന്റെ ഇരകളാണ്. ഇത്തരത്തിൽ സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ സഹകരണ സ്ഥാപനങ്ങൾ സംശയത്തിന്റെ നിഴലിലാക്കിയതിന് ഉത്തരവാദികൾ CPM ആണ്. കരുവന്നൂരിന് ശേഷം സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയുടെ നിലയില്ലാ കയത്തിൽ മുങ്ങുമ്പോഴാണ് ട്രാൻസ്പോർട്ട് സഹകരണ സംഘത്തിലെ അഴിമതിയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.